ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മീഡിയയിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം എത്തിച്ചേരേണ്ടുന്ന ഇടം മറ്റൊന്നായിരിക്കെ ഈ ലോകത്തിലുള്ളവരായി മാത്രം ജീവിച്ചാൽ അതുപോലെ വിഡ്ഢിത്തം വേറെയില്ല. എന്നാൽ ഈ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ ജീവിക്കുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഈ ജീവിതം മറ്റൊരു ലോകത്തിലേക്കുള്ള ഒരു യാത്രയാണെന്നത് ശരിയായ സത്യമാണ്. ഒരു പാദം ഈ ഭൂമിയിൽ ചവിട്ടുമ്പോൾ മറുപാദം മറ്റൊരു അദൃശ്യ ലോകത്തിലേക്ക് ചുവടുവെച്ചുള്ള യാത്രയാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ഓരോ ചുവടും നിത്യതയോളം എത്തുന്നതായിരിക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഇരട്ട പൗരത്വമുള്ളവരാണ്. ഈ ലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും മുദ്ര പേറുന്നവർ. പരലോകത്തിൻ്റെ മുദ്ര നമ്മിലുള്ളതുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു മനുഷ്യജീവിതവും 6 അടി മണ്ണിൽ അവസാനിക്കുന്നതല്ല. അതിനപ്പുറം ഒരു ജീവിതം മനുഷ്യനുണ്ട്. നമ്മൾ അദൃശ്യമായ ഇന്ന് കാണാൻ കഴിയാത്ത ആ സ്വർഗരാജ്യത്തിൻ്റെ പൗരത്വം നമ്മിലുള്ളതുകൊണ്ട് അതനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കണമെന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ യാത്ര ആ നിത്യതയിൽ എത്തി നിൽക്കുന്നതാകണം. നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. അതാണ് ക്രിസ്തു തിരുവചനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതനുസരിച്ച് നമ്മെ ഒരുക്കിയെടുക്കുന്നതാണ് തിരുവചന ശുശ്രൂഷ എന്ന് പറയുന്നത്. ഓരോ വചനത്തിൻ്റെ ചിന്തയും ദൈവരാജ്യത്തോട് നമ്മെ അടുപ്പിക്കുന്ന ചേർത്ത് നിർത്തുന്ന ചിന്തകളാകട്ടെ എന്ന് ആശിക്കുന്നു. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളൊക്കെ വ്യത്യസ്ത നിലവാരത്തിലുള്ള പലവിധമായ പ്രവൃത്തികളാണ് ജനത്തിൻ്റെ ഇടയിൽ ചെയ്തത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവിൻ്റെ അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് യേശു കർത്താവിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്ന ഒരു ഭാഗത്തെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. യോഹന്നാൻ സുവിശേഷത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു അടയാളമാണ് കാനായിലെ അത്ഭുതം എന്ന് പറയുന്നത്. ഇത് മറ്റു സുവിശേഷങ്ങളിൽ കാണപ്പെടുന്നില്ല. 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ കാനായിൽ കല്യാണമുണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെ ക്ഷണിച്ചിരുന്നു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. യേശു കർത്താവ് മനുഷ്യരുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ഒരുപോലെ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ നസ്രേത്തുകാരനായ യേശു കർത്താവ്. ജനത്തിൻ്റെ ഇടയിൽ അവരുടെ സന്തോഷങ്ങൾ ഒരുമിച്ച് പങ്കുവെച്ചുകൊണ്ട് അവരിൽ ഒരാളെപ്പോലെ സൗഹൃദത്തിൽ ഏർപ്പെട്ട് മനുഷ്യരോട് ചേർന്നതിനു മുന്നേ ദൂതനിലൂടെ അവൾക്ക് കിട്ടിയ അരുളപ്പാട് വലുതായിരുന്നു. യേശുവിൻ്റെ ജനനം തുടങ്ങി ഓരോ വളർച്ചയിലും ദൂതൻ്റെ ഇടപെടലുകളും ശബ്ദവുമൊക്കെ ഓരോ വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണത്തിനായിട്ട് ഓരോ വളർച്ചയിലും വീക്ഷിച്ചുകൊണ്ട് എല്ലാ ദൂതുകളും വാഗ്ദത്തങ്ങളും
ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നൊരു സ്വഭാവമായിരുന്നു മറിയയുടേത്. ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് ദൈവിക വാഗ്ദത്തങ്ങളും വചനങ്ങളും ദൈവം അരുളി ചെയ്യുന്നതുമൊക്കെ വിശ്വസിക്കുക മാത്രമല്ല, ഹൃദയത്തിൽ സംഗ്രഹിച്ച് മുന്നോട്ട് നീങ്ങണം. നമ്മൾ തലമുറകളെ വീക്ഷിക്കണം. ആ വാഗ്ദത്തം എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കുന്നുണ്ടോ എന്ന് നാം അന്വേഷിക്കണം. അതിനുവേണ്ടി വഴി ഒരുക്കണം. ജീവിതത്തിൻ്റെ ഓരോ പാതകളിലും പ്രാർത്ഥനയുടെ ആഴത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് വാഗ്ദത്ത നിവർത്തിക്കു വേണ്ടി ജീവിതത്തെ വിധേയപ്പെടുത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ താഴ്ത്തിക്കൊടുത്ത് പ്രാർത്ഥനയോടും പ്രവർത്തനത്തോടും കൂടെ മുന്നോട്ട് നീങ്ങണമെന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മറിയയ്ക്കറിയാം, സാധാരണമായ ഒരു മകനല്ല എൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന് എൻ്റെ മുൻപിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ. അവന് വിശിഷ്ടമായ ഒരു ദൗത്യമുണ്ട്. അവൻ ഈ ലോകത്തെ രക്ഷിപ്പാൻ വന്നതാണ്. അവൻ രാജാവായി വാഴാൻ വന്നതെന്നൊക്കെ മറിയയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ഈ വിഷയം അവിടെ അറിയിക്കുന്നത്. വീഞ്ഞു പോരാ എന്ന് അറിയിക്കുന്നത് ഇവിടെ വീഞ്ഞു തീർന്നു എന്നും അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലാത്തത് കൊണ്ട് ഭാരത്തോടുകൂടെ മറിയ സമീപിക്കുന്നത് വാഗ്ദത്തം അനവധി കാതുകളിൽ മുഴങ്ങപ്പെട്ട തൻ്റെ മകൻ്റെ അരികിലേക്ക് അവൾ ചെല്ലുന്നുണ്ട്. യേശുവിനോട് സംസാരിക്കുന്നു. മറിയയ്ക്കറിയാം, ഇവിടെ ചിലത് ഞാൻ പ്രതീക്ഷിക്കുന്നു. യേശു പറയുന്നുണ്ട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. ഇത് യേശു പറയുന്നത് വാസ്തവമാണ്. കാരണം യേശു പരസ്യ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ കീഴിൽ സ്നാനമെടുത്ത് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ യേശുവിങ്കിലേക്ക് കടന്നു വന്ന തൃത്വം ഒരുമിക്കുന്ന ഒരു അനുഗ്രഹീതമായ വേളയിൽ നിന്ന് ചുവട് വെച്ച് നീങ്ങുന്നത് അടുത്ത 40 ദിവസം മരുഭൂമിയിൽ ഇരുന്നു കൊണ്ട് പിതാവുമായ സമ്പർക്കത്തിൽ ഏകാഗ്രതയോടും താഴ്മയോടും വിധേയപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ ഉപവസിച്ചു പ്രാർത്ഥന കഴിച്ചു പോന്ന യേശു കർത്താവ് പരീക്ഷയിൽ ജയിച്ചുകൊണ്ട് പുറത്തു വന്ന് ഇതാ ഈ വിവാഹത്തിൽ പങ്കെടുക്കുമ്പോൾ അവൻ ചിലത് ചെയ്യുവാനത്രേ ഇവിടെ കടന്നു വന്നത്. യേശു വെറുതെ ഒരിടം കടന്നു വന്നിട്ടില്ല. യേശു കടന്നു വന്നാൽ അത്ഭുതമുണ്ട്. യേശു എവിടെ കടന്നു വരുന്നോ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം. യേശു കടന്നു വരുന്നിടത്ത് അത്ഭുതങ്ങളുണ്ട്. ആ യേശുവിനോട് കുറവുകളെ തുറന്ന് സമ്മതിച്ചാൽ അവൻ അത്ഭുതങ്ങളെ ചെയ്യുവാൻ സർവശക്തനാണ്. ഏത് കുറവുകളും ഏത് ബലഹീനതകളും ഒരു മടിയോ ഒരു നാണക്കേടോ ചിന്തിക്കാതെ എല്ലാം തുറന്നു പറയുവാൻ നമുക്ക് ഉള്ള ഒരിടമാണ് അത് യേശുവിൻ്റെ സന്നിധിയാണ്. ആ യേശുവിൻ്റെ സന്നിധി പരിഹാരമുണ്ട്. ആ സന്നിധിയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് നമ്മുടെ വിഷയം കൊണ്ടുപോകേണ്ട ആവശ്യം വരത്തില്ല. കാരണം എല്ലാ പ്രതിസന്ധിയും വന്നു നിൽക്കുന്നത് യേശുവിൻ്റെ ഇടത്താണ്. എങ്കിൽ ആ യേശുവിൻ്റെ സന്നിധിയിലേക്ക് മറിയ ആ ഭവനത്തിൻ്റെ കുറവുകളെ, അടുത്ത നിമിഷം കടന്നു വരാൻ പോകുന്ന നാണക്കേടുകൾ, ഈ ഭവനത്തിൽ കടന്നു വരാൻ പോകുന്ന എന്തോ ശൂന്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് നികത്താൻ കഴിവുള്ള യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വന്ന് തൻ്റെ കുറവുകൾ, ഈ ഭവനത്തിൻ്റെ കുറവുകളെ തുറന്ന് സമ്മതിച്ചിട്ട് കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യേശു പറയുകയാണ്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അതെ, പിതാവ് ഒരുക്കപ്പെട്ട സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ പുത്രൻ്റെ അതേ വിധേയത്വം വളരെ വലുതാണ്. പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന യേശുവിൻ്റെ സ്വഭാവം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ സ്വാധീനിക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു നല്ല സ്വഭാവം അതാണ്. പിതാവ് ഒരുക്കപ്പെടുന്ന ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു യേശുവിനെ കാണുന്നു. എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. കാരണം ഈ നിമിഷങ്ങളിൽ ദൈവം പ്രവർത്തിക്കുവാനുള്ള സമയമെങ്കിൽ അത് സംഭവിക്കട്ടെ എന്ന് ദൈവഹിതത്തിനു വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ട് സമർപ്പിക്കപ്പെടുന്ന യേശുവിൻ്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. യേശു പറയുന്നു, എൻ്റെ നാഴിക വന്നിട്ടില്ല. അതെ, എന്നാൽ മറിയ ഒരു വിശ്വാസത്തോടുകൂടെ പറയുകയാണ്, ശുശ്രൂഷക്കാരോട് പറയുകയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യുവിൻ. മറിയ സംസാരിക്കുമ്പോഴും യേശുവിൻ്റെ വാക്ക് കേൾക്കുമ്പോഴും മറിയയ്ക്കൊന്ന് വിശ്വാസമുണ്ട്, ഞാൻ നിൽക്കുന്നത് വേറെ ഒരു
വ്യക്തിയുടെ അടുത്തല്ല, സകലതും ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത് എന്ന് മറിയയ്ക്കറിയാം. അതുകൊണ്ടാണ് ശുശ്രൂഷക്കാരോട് പറഞ്ഞത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യുവിൻ, മടി കൂടാതെ ചെയ്യുവിൻ. അവൻ എന്ത് കൽപ്പിക്കുന്നു എന്ന് അറിയുവാൻ, കേൾക്കുവാൻ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ആയിരിക്കണമെന്നാണ് മറിയ ഇവിടെ ശുശ്രൂഷക്കാരോട് ഓർമ്മപ്പെടുത്തുന്നത്. യേശു എന്താണ് നമ്മോട് പറയാൻ പോകുന്നത് എന്ന് കേൾക്കുവാൻ, അറിയുവാൻ ആർക്കൊക്കെ ആഗ്രഹമുണ്ട്. യേശുവിൻ്റെ പ്രവൃത്തികൾ, യേശു അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അതിനെ അനുസരിക്കുവാൻ താല്പര്യമുള്ളവരോട് യേശു എന്തെങ്കിലും കൽപ്പിക്കും, അതുപോലെ അവൻ സംഭവിപ്പിക്കും. ഇവിടെ ശുശ്രൂഷക്കാരെടുത്ത് ചില ദൗത്യത്തെ ഏൽപ്പിച്ചിട്ട് മറിയ പോവുകയാണ്. എന്നാൽ യേശു ശുശ്രൂഷക്കാരോട് പറയുകയാണ്, ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രങ്ങൾ ശുദ്ധീകരണത്തിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. അതിൽ വെള്ളം കോരി നിറപ്പാൻ യേശു ശുശ്രൂഷക്കാരോട് കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. തിരിച്ചൊരു ചോദ്യം അവിടെ ചോദിക്കുന്നില്ല. ഇതെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആശ്ചര്യത്തോടും അതിശയത്തോടും കൂടി ആയിരിക്കാം അവർ ഈ 6 കൽപാത്രങ്ങളിൽ ജലം നിറയ്ക്കുന്നത്. യേശു കൽപ്പിക്കുന്നത് എന്താണോ അത് കണ്ണടച്ചുകൊണ്ട് വിശ്വസിച്ച് മറു ചോദ്യം ചോദിക്കാതെ അതിനുവേണ്ടി ഒരുക്കപ്പെടുമ്പോൾ കാണപ്പെടുന്നത് വലിയ പ്രവൃത്തികളത്രേ. അവിടെ വെള്ളം കോരി നിറച്ച ശേഷം യേശു പറയുകയാണ്, ഇതിനെ കൊണ്ടു ചെന്ന് അവൻ വിരുന്നുവാഴികൾക്ക് കൊടുപ്പാൻ യേശു പറയുന്നുണ്ട്. അപ്പോൾ വലിയ ആശ്ചര്യത്തോടുകൂടെ ആയിരിക്കാം അവിടെ അവർ ആ ദൗത്യം ചെയ്യുന്നത്. നിറമോ മണമോ രുചിയോ ഭാവമോ കളർ വ്യത്യാസമോ ഒന്നുമില്ലാത്ത വെറും ശൂന്യമായ ഒരു ജലം എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു ക്വാളിറ്റിയും പറയത്തക്കവണ്ണം ഒന്നുമില്ല. ആ ജലത്തിൽ എന്താണ് പ്രത്യേകത? അത് യേശുവിൻ്റെ വാക്കുകൾ മുഴങ്ങപ്പെട്ടപ്പോൾ ആ ജലത്തിൽ ഒരു പരിവർത്തനമുണ്ടായി. ആദിയിലേക്ക് പരിവർത്തനം ആരംഭിച്ച ആ ജലത്തിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ച് ഒരു സൃഷ്ടിയിലേക്ക് കൊണ്ടെത്തിച്ചതുപോലെ യേശുവിൻ്റെ വാക്കിൽ ശൂന്യമായി കിടന്ന ആ ജലത്തിൽ ഒരു പ്രത്യേകതയുണ്ടായി. അതിന് രുചിയുണ്ടായി, മണമുണ്ടായി, നിറമുണ്ടായി, വ്യത്യാസമുണ്ടായി, ക്വാളിറ്റി ഉണ്ടായി. എൻ്റെ യേശു ചെയ്യുന്നതൊക്കെ ആരും പ്രതീക്ഷിക്കാത്ത നിലവാരത്തിലുള്ള പ്രവൃത്തികളാണ് യേശു ഒരു വ്യക്തി ജീവിതത്തിലേക്ക് ചെയ്യുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? അതെ, ലോകം കൊടുക്കുന്നതൊക്കെ ആദ്യം നല്ലതായിരിക്കും. മേശമെങ്കിൽ വിളമ്പിയ വീഞ്ഞുകളൊക്കെ ആദ്യം നല്ലതായിരിക്കും. എന്നാൽ എവിടെയൊക്കെ വിളമ്പിക്കൊണ്ടിരുന്ന വീഞ്ഞ് സന്തോഷം നഷ്ടപ്പെട്ട അനുഭവമല്ലേ? ലോകം കൊടുക്കുന്ന സ്നേഹത്തിന് നോക്കണമെങ്കിൽ നല്ല മാധുര്യം കാണാം. ആരംഭഘട്ടത്തിലൊക്കെ നല്ല സ്നേഹവും അതിൻ്റെ ആഴങ്ങളും ഒക്കെ ഉള്ള സ്നേഹബന്ധങ്ങൾ എവിടെയൊക്കെ ഉടയപ്പെട്ട അനുഭവമല്ലേ? ജീവിതം ആരംഭിച്ചു, വിവാഹബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് ആദ്യകാലങ്ങളിലൊക്കെ നല്ല സ്നേഹമുണ്ടായിരുന്നു. വീഞ്ഞ് നുകരാൻ തുടങ്ങിയ ആരംഭഘട്ടത്തിൽ വിളമ്പാൻ തുടങ്ങിയപ്പോഴൊക്കെ നല്ല സ്വാർത്ഥത ഇല്ലാത്ത സ്നേഹം വിളമ്പപ്പെട്ടു എങ്കിൽ പിന്നത്തേതിൽ കടന്നു വരുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ, ദിവസങ്ങൾ നീളുമ്പോൾ ആ സ്നേഹത്തിന് എവിടെയൊക്കെ വ്യത്യാസം സംഭവിക്കാറുണ്ട്, എവിടെയൊക്കെ മാറ്റം സംഭവിക്കാറുണ്ട്. പഴയ സ്നേഹമില്ലാത്തതുപോലെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട അനുഭവത്തിൽ ആയിത്തീരുമ്പോൾ കുടുംബ ബന്ധങ്ങൾ ഉടഞ്ഞു കിടക്കുന്ന ജീവിതങ്ങൾ തകർന്നു കിടക്കുന്ന പരിസരത്തിൽ ആമൻ കർത്താവ് വിളമ്പുന്നത് എന്താ? ആദ്യവും അവസാനവും നല്ലതാണ്. ലോകം കൊടുക്കുന്ന സമാധാനവും സന്തോഷവും സ്നേഹമൊക്കെ ആദ്യം വീര്യം കൂടിയതായിരിക്കും, പിന്നത്തേതിലോ വീര്യം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. എളുപ്പമായത് വിളമ്പുമ്പോൾ കർത്താവ് പറയുകയാണ്, നഷ്ടപ്പെട്ട് കിടക്കുന്ന സ്നേഹത്തിൻ്റെ ബന്ധത്തെ, നഷ്ടമായി എവിടെയൊക്കെ ചിതറിക്കിടക്കുന്ന സ്നേഹത്തിൻ്റെ ബന്ധങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് ചേർത്തു നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശൂന്യമായി പൈശാചിക മണ്ഡലങ്ങൾ ഇട്ടിരിക്കുന്ന സ്നേഹബന്ധങ്ങൾ, എവിടെയൊക്കെ മനുഷ്യൻ കുടുംബ ബന്ധങ്ങൾ തകർക്കപ്പെട്ട അനുഭവത്തിൽ ഡിവോഴ്സ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ക്രിസ്തുവിൽ ആരംഭിക്കുന്ന, ക്രിസ്തു നായകനായി ജീവിതത്തിൽ കടന്നു വരുന്ന കുടുംബ ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ആഴത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തെ കൂട്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചില ഉടഞ്ഞു കിടക്കുന്ന അനുഭവങ്ങളെ
പണിയാൻ താല്പര്യപ്പെടുന്നുണ്ട്. അവൻ കുഞ്ഞുങ്ങൾ എവിടേക്ക് ചിതറപ്പെട്ട അനുഭവത്തിൽ ഒറ്റയ്ക്കായി തുഴയുന്ന ജീവിതമേ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഉടഞ്ഞു പോകുമോ തകർന്നു പോകുമോ എന്നല്ലേ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ദൈവം പറയുന്നു, ഇല്ല, തകർന്നു പോകുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്ന കർത്താവ് മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി നിന്റെ എല്ലാ വഴികളിലും അവൻ കൂടെ ഇരുന്ന് സഹായിക്കുവാൻ അവൻ്റെ കരം എന്നും ഉയർന്നുകൊണ്ടേയിരിക്കും. നിന്റെ കുറവുകളെ സമ്മതിച്ചുകൊണ്ട്, പോരായ്മകളെ ദൈവസന്നിധിയിൽ തുറന്നു പറഞ്ഞുകൊണ്ട്, കർത്താവ് എൻ്റെ ജീവിതത്തെ ഒന്ന് പണിയണമേ, എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട് കിടക്കുന്ന സ്നേഹബന്ധത്തെ ഒന്ന് ചേർത്ത് തരണമേ. അവൻ വ്യക്തി ജീവിതങ്ങൾക്കൊരു രൂപാന്തരം ഉണ്ടാകട്ടെ, സ്വഭാവങ്ങൾക്കൊരു രൂപാന്തരം ഉണ്ടാക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കുന്നുവോ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഏതൊക്കെ വ്യക്തി ജീവിതത്തിൻ്റെ സ്വഭാവത്തെ ദൈവത്തിൻ്റെ ആത്മാവ് രൂപാന്തരത്തിലേക്ക് നയിക്കുന്നത് കാണുന്നുണ്ട്. നിങ്ങൾ സംസാരിച്ചിട്ടും നിങ്ങൾ ശ്രമിച്ചിട്ടും നടക്കാത്ത ചിലത് ദൈവത്തിൻ്റെ ആത്മാവ് കൂട്ടിച്ചേർക്കാൻ പോകുക. ലോകം വിളമ്പുന്നത് ഓക്കെ, ആദ്യം ലഹരിയുള്ളത് വിളമ്പും, ആദ്യം നല്ലത് വിളമ്പും, പിന്നെ വിളമ്പപ്പെട്ട ആഹാരം തീർന്നു പോകുന്നത് പോലെ, പാതി വഴി നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ ജീവിതം അസ്തമനത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ പൈശാചിക മണ്ഡലങ്ങൾ കയറി വരുമ്പോൾ, ആമേൻ, വിതയ്ക്കപ്പെട്ട വിത്ത് രാത്രിയിൽ ഉറങ്ങിക്കിടന്നപ്പോൾ ആമേൻ പൈശാചിക മണ്ഡലങ്ങൾ വന്ന് കളകളെ വിതച്ചിട്ട് പോയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ രാത്രിയുടെ മണ്ഡലത്തിൽ പൈശാചിക മേഖലകൾ വിതച്ച കളകൾ ആമേൻ മുളയ്ക്കുവാൻ അനുവദിക്കരുത്. ആ കളകൾ വളർന്നു വരുവാൻ അനുവദിക്കരുത്. എവിടെയെങ്കിലും മുളച്ച് വളർന്ന് അതിന് വേര് പടരുന്നു എങ്കിൽ നല്ല ചെടികൾക്ക്, നല്ലതിന് ആമേൻ തീയതായി തീരാതെ ഇരിക്കേണ്ടതിന് ആ കളകളെ പിഴുതു കളയുക. അതിന് വേരോടുകൂടെ പിഴുതു കളയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. അവൻ അത്തിയെ നോക്കി അതിന് വേരോടുകൂടെ പട്ടുപോയെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. ആമേൻ. പത്രോസ് പറയുകയാണ്, നീ ശപിച്ച അത്തി പട്ടുപോയി. അതെ, ദൈവം നോക്കിയാൽ ചിലത് നശിച്ചു പോകും. പൈശാചിക മണ്ഡലങ്ങൾ കുടുംബത്തിനകത്ത് വിതയ്ക്കപ്പെട്ട സ്നേഹബന്ധങ്ങളെ ഉടച്ചു കളയുന്ന കുഞ്ഞുങ്ങൾ പരസ്പരം നോക്കുമ്പോൾ വിദ്വേഷം, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളും തമ്മിൽ ഐക്യതയോടുകൂടെ പോകാൻ കഴിയാത്ത അനുഭവത്തിൽ കിടക്കുന്ന അവൻ വ്യക്തി ജീവിതത്തിൻ്റെ കളകളെ ദൈവത്തിൻ്റെ ആത്മാവ് പിഴുതെറിയാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് വാസ്തവത്തിൽ സംസാരിക്കുക. എവിടെയാ മുളച്ച കള, എവിടെയാ പിശാച് വിതയ്ക്കപ്പെട്ടത്? ഏതൊക്കെ ജീവിതത്തിൻ്റെ വഴിത്താരകൾ, വ്യക്തി ജീവിതങ്ങൾ ആമൻ വാക്കുകൾ കൊണ്ട് വിതയ്ക്കപ്പെട്ട കള, ആമൻ വേദനയുടെയും നൊമ്പരത്തിൻ്റെ വാൾ പോലെ ഹൃദയത്തെ മുറിവേറ്റ ആമൻ വാക്കുകളെ ദൈവത്തിൻ്റെ ആത്മാവ് മുറിവിനെ സൗഖ്യമാക്കുകയാണ്. വാക്കുകളാകുന്ന കളകൾ ജീവിതത്തിൽ വളർന്ന് പന്തലിച്ച് ജീവിതത്തെ മുന്നോട്ട് വിടാതെ വണ്ണം എവിടെയോ മരണം കാത്ത് കിടക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവം കഴിഞ്ഞ നാളുകളിൽ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. മരണത്തിൽ നിന്നും നിത്യജീവനിലേക്ക് ചുവടുവയ്പ്പിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പദ്ധതികളുണ്ട്. നീ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. കഠിനമായി ശിക്ഷിച്ചു എങ്കിലും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. കുടുംബജീവിതത്തിനകത്ത് വിതയ്ക്കപ്പെട്ട ആമൻ കളകളെ ദൈവത്തിൻ്റെ ആത്മാവ് വേരോടുകൂടെ നശിപ്പിച്ചിട്ട് അവൻ പുതിയ വീഞ്ഞ് പകരുക. അവൻ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുക. എന്നിട്ട് തുരുത്തിക്കൊരു രൂപാന്തരം വരിക. അതിൽ പുതിയൊരു വീഞ്ഞിനെ പകരുന്നു. വീഞ്ഞ് നഷ്ടപ്പെട്ട അനുഭവത്തിൽ വർദ്ധിപ്പിക്കുന്ന കർത്താവ് ആമേൻ വിധവയുടെ ഭവനത്തിനകത്ത് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. കലത്തിൽ ആകെയുള്ള മാവ് അപ്പമുണ്ടാക്കി കുഞ്ഞും അമ്മയും കൂടെ ഭക്ഷിച്ച് മരിക്കുവാൻ പദ്ധതി ഒരുങ്ങുമ്പോൾ അവിടെ ഭക്തൻ കയറി ചെന്നിട്ട് പറയുകയാണ്, നീ എനിക്ക് കുടിപ്പാൻ അല്പ ജലവും ഒരു അടയും കൂടെ കൊണ്ടുവരുവാൻ. ഇല്ല യജമാനനെ, അല്പമേ ഉള്ളൂ. അവൾ തുറന്ന് സമ്മതിക്കുകയാണ്, ആ അല്പമുള്ളത് ഞാനും കുഞ്ഞും കൂടെ ഭക്ഷിച്ചിട്ട് മരിക്കുവാനുള്ള പദ്ധതിയാണ് ഞാൻ ഒരുക്കുന്നത്. പക്ഷേ ആ പ്രവാചകന്റെ വാക്കുകളെ അനുസരിച്ചുകൊണ്ട് ആ വിധവ ഒരടയുണ്ടാക്കി ആ ഏലിയാവിന് കൊടുക്കുമ്പോൾ പിന്നെ കാണുന്ന അത്ഭുതം എന്ന് പറയുന്നത് ആ കലത്തിലെ മാവ് കുറഞ്ഞില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. ഒരു വർധനവ് നൽകുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ആ വാക്കിൽ വിശ്വസിച്ചാൽ
ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ കുടുംബത്തിൽ ശൂന്യമാക്കപ്പെട്ട അനുഭവത്തിൽ വെളിപ്പെട്ടു വരും. ഒരു വർധനവിനെ ദൈവം കാണിക്കുന്നുണ്ട്. യേശു പറയുകയാണ്, നിന്റെ വീഞ്ഞിനെ വർദ്ധിപ്പിക്കാൻ എനിക്ക് കഴിയും. പച്ചവെള്ളത്തെ, ഗുണമില്ലാത്ത പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ഏറിയ രുചിയുള്ളതാക്കി തീർത്തു എങ്കിൽ, വലിയ അത്ഭുതത്തെ അടയാളങ്ങളുടെ ആരംഭമായി ആ കാനായിലെ കല്യാണ വീട്ടിൽ ചെയ്തു എങ്കിൽ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഏത് വിഷയത്തിൻ്റെ നടുവിലാണോ ശൂന്യമായി കിടക്കുന്നത്? കുടുംബ ജീവിതത്തിലാണോ? കുടുംബ ബന്ധങ്ങളിലാണോ? നിന്റെ ജോലി സാധ്യതകളിലാണോ? ബിസിനസ് പരമായ വിഷയങ്ങളിലാണോ ശൂന്യമാക്കപ്പെട്ട് കിടക്കുന്നത്? ആദ്യമൊക്കെ വളർന്നു വന്നപ്പോൾ നല്ല അനുഗ്രഹമായിരുന്നു, വളർച്ച ഉണ്ടായിരുന്നു, നല്ല വീര്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ അനുഭവം നോക്കുകയാണെങ്കിൽ എവിടെയൊക്കെ വീര്യം നഷ്ടപ്പെട്ട് കിടക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുകയാണ്. യേശുവിനോട് നിങ്ങളുടെ കുറവുകളെ സമ്മതിച്ചാൽ, യേശുവിനോട് തുറന്നു പറഞ്ഞാൽ, ഏത് വിഷയമാണോ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും വ്യക്തി ജീവിതമേ, നിങ്ങൾ അനുഭവിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി ആ വീര്യത്തോടുകൂടെ വെളിപ്പെട്ടു വരും. പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. യേശു കർത്താവ് ആ ഭവനത്തിൻ്റെ കുറവുകളെ പരിഹരിച്ച്, ആ ഇല്ലായ്മകളെ പരിഹരിച്ച് നല്ല നിലയിലേക്ക് ആ ജീവിതത്തെ കൈപിടിച്ച് കൊണ്ടെത്തിച്ചതുപോലെ യേശു കർത്താവ് നിങ്ങളുടെ അരികിൽ വന്നിട്ടുണ്ട്. യേശു കർത്താവ് നിങ്ങളുടെ ഭവനത്തിൽ വന്നിട്ടുണ്ട്. യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ആ യേശുവിനെ ഒന്ന് സ്വാഗതം ചെയ്താട്ടെ. ചില വ്യത്യാസങ്ങൾ, ചില മാറ്റങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ആരുടെയൊക്കെ അടുക്കൽ ചെന്ന് പറഞ്ഞിട്ടും ലഭിക്കാത്ത വലിയൊരു വിടുതൽ ദൈവത്തിൻ്റെ വാക്കിൽ നടക്കാൻ പോകുക, യേശുവിൻ്റെ പ്രവൃത്തിയിൽ നടക്കാൻ പോകുക. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറി നല്ല സമയത്തിനായി സ്തോത്രം. ഈ ശബ്ദം കേൾക്കപ്പെട്ട വ്യക്തി ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയൊക്കെ അതിശക്തമായിട്ട് ആരംഭിച്ച സ്നേഹത്തിൻ്റെ മണ്ഡലങ്ങൾ ഉടഞ്ഞു കിടക്കുന്ന ഈ ജീവിത പരിസരത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പണിത് ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ ചില വീഞ്ഞിൻ്റെ അനുഭവത്തെ, രുചിയുടെ അനുഭവത്തെ ദൈവം മടക്കി കൊടുക്കണമേ. ടേസ്റ്റ് നഷ്ടപ്പെട്ട അനുഭവത്തിൽ രുചിക്കാൻ കഴിയാതെ വണ്ണം നിരാശയുടെ അടിമത്വത്തിലേക്ക് വഴുതി നീങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നല്ലൊരു നാളെയുടെ നല്ലൊരു ശുഭപ്രതീക്ഷ ദൈവം കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. മാധുര്യമുള്ളതായി തീരട്ടെ, വിശേഷമുള്ളതായി തീരട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി ജീവിതത്തിൽ വാസ്തവമായി ഇടപെടുന്നതിനായി സ്തോത്രം. ആ വിഷയത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് സ്പർശിച്ചിരിക്കുക സ്തോത്രം. ബന്ധങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരുമിപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഉടഞ്ഞു കിടക്കുന്നത്, ചിന്നാഭിന്നമായി കിടക്കുന്നത്, എവിടെയൊക്കെ തകർന്നു കിടക്കുന്നതിനെ ഒരുമിപ്പിക്കാൻ പോകുന്നതിനായി നന്ദി പറയുകയാണ്. തലമുറകളിൽ സ്നേഹത്തിൻ്റെ മണ്ഡലത്തെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആദ്യ സ്നേഹത്തിലേക്ക് വരട്ടെ, ആദ്യ പ്രത്യാശയിലേക്കും ആദ്യ വിശ്വാസത്തിലേക്കും ജീവിതങ്ങൾ കയറി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതം ചെയ്തിരിക്കുക സ്തോത്രം. പ്രാർത്ഥനയായിരിക്കുക സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.